ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വന്നിട്ടൊരു ട്രാവൽ വ്ലോഗാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ കാസർഗോഡ് ട്രാവൽ ചെയ്യുകയാണ്. എൻ്റെ നാത്തൂൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 3-4 ഡേയ്സ് അവിടെ നിൽക്കാമെന്നാണ് പ്ലാന്. നമ്മൾ രാവിലെ തന്നെ നേരത്തെ റെഡി ആയിട്ടുണ്ട്. 10:45 പക്ഷേ കുറച്ചധികം നേരത്തെ റെഡി ആയിട്ട് ഇറങ്ങണം, കാരണം പോകുന്ന വഴി ഫുഡ് കഴിക്കണം. അപ്പോൾ ബാക്കി വിശേഷം കാണാം. അപ്പോൾ നമ്മൾ ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു. അപ്പോൾ ചെറിയൊരു പണിയും കൂടെ കിട്ടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ 10:45 10:45 10:40 ഒക്കെ കഴിയുമ്പോഴായിരുന്നു ട്രെയിനിൻ്റെ ടൈം കൊടുത്തത്. പക്ഷേ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. 11 മണി കഴിഞ്ഞിട്ടായിരുന്നു ട്രെയിൻ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നേരം നമ്മളവിടെ പോസ്റ്റായിരുന്നു. പിന്നെ ട്രെയിനൊക്കെ വന്നു. നമ്മൾ സീറ്റൊക്കെ നോക്കി എടുത്ത് ഇരുന്നു. അമ്മ അപ്പോൾ വിൻഡോ സീറ്റിലിരുത്തി, ഞാൻ ഇപ്പുറത്തിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ സ്നാക്സ്, ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 9 hours ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആ ഒരു വീഡിയോ കിട്ടിയത്. അത് വന്നിട്ട് ഉത്രാളിക്കാവ് ക്ഷേത്രമായിരുന്നു. ഞാനിങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനെ ഇടയ്ക്ക് ഇതുപോലെ കപ്പലണ്ടി മിഠായി, ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് സീറ്റ് ചേഞ്ച് ചെയ്തായിരുന്നു. ഞാൻ വിൻഡോ സീറ്റിലിരുന്നു. എന്നിട്ട് അമ്മ എൻ്റെ സീറ്റിലിരുത്തി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം സംസാരിക്കും, കുറച്ച് നേരം കിടക്കും, വർത്താനമൊക്കെ പറയും. വീണ്ടും ഇതുപോലെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കും. എനിക്ക് അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഇതേപോലെ മലകൾ, പാടങ്ങൾ, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്കങ്ങനെ ബോറടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഒരേ ഇരിപ്പിങ്ങനെ ഇരുന്ന് ട്രാവൽ ചെയ്യുമല്ലേ, കുറച്ചൊക്കെ കഴിയുമ്പോഴൊന്ന് ടയേർഡായിരുന്നു. കാരണം ഒരു 9 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്ന് പോകാൻ, പിന്നെ ട്രെയിനിലായതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നടക്കുക എന്നുള്ളത് എനിക്ക് അത്ര കംഫർട്ടബിളായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ വേറൊന്നും ഫുഡ് കരുതിയിട്ടില്ലായിരുന്നു. അങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നൊരു വൈകിട്ടൊക്കെ ആവാറായപ്പോഴത്തേക്കും നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ വന്നപ്പോഴത്തേക്കും കോഫിയും ചായയൊക്കെ വന്നപ്പോൾ നമ്മൾ കോഫി വാങ്ങി കുടിച്ചു. പൊതുവേ ഞാനങ്ങനെ ട്രെയിനിലെ ഫുഡ് ചൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് 2-3 അബദ്ധങ്ങൾ പറ്റിയതുകൊണ്ട് തന്നെ ഇപ്പം ശ്രദ്ധിച്ചൊക്കെയാണ്. പക്ഷേ കോഫിയെങ്കിലും കുടിക്കാതിരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കോഫിയൊക്കെ കുടിച്ചു. അപ്പം നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയൊക്കെ ഒരു പരുവമായിരുന്നിരുന്ന്. അവസാനം നമ്മൾ കാസർഗോഡ് എത്തി. എനിക്ക് ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഇപ്പോൾ സമയം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ നാത്തൂൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.